മക്കം ഫത്ഹ് കഴിഞ്ഞ് പല പ്രമുഖരും ഒളിച്ചോടിയവരുടെ കൂട്ടത്തിലുണ്ട്. പലരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ പ്രവാചകരുടെ ബദ്ധവൈരിയായിരുന്ന അബൂജഹലിന്റെ പുത്രൻ ഇക്രിമ നാട് വിട്ട് പോകുകയാണ്. യമന്റെ ഭാഗത്തേക്ക് ഓടിപ്പോകുന്നു. അദ്ദേഹത്തെ തേടി ഭാര്യയും മറ്റു സുഹൃത്തുക്കളും ചെല്ലുന്നു. അവര് പറയുന്നു, പിടിച്ചുകൂടിയിട്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഓടിപ്പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ വിചാരിച്ച ആളല്ല അൽ അമീൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റത്തെ ദയാലുവാണ്. അതുകൊണ്ട് തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് മാപ്പ് ലഭിക്കും. അങ്ങനെ അതാ യമനിന്റെ ബോർഡറിൽ നിന്ന് ഇക്രിമയെ അവര് തിരിച്ചു കൊണ്ടുവരികയാണ്. ഇക്രിമ വരുന്നതിന് മുമ്പ് തന്നെ വാർത്ത അറിഞ്ഞ മുത്തുനബി അവിടുത്തെ അനുയായികളോട് നിർദ്ദേശം കൊടുക്കുന്നു, സയഅതീകും ഇക്രിമ ഫലാ തസുബ്ബു അബാ. ഇതാ ഇവിടെ പിന്നീട് ഇക്രിമ വരും കേട്ടോ. അബൂജഹലിന്റെ മകനാണ്. മക്കം ഫത്ഹിന്റെ സമയത്ത് ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിലുള്ള സേനയെ നേരിടാൻ മുന്നിൽ നിന്ന പടയാളിയാണ്. അദ്ദേഹം തിരിച്ച് ഇസ്ലാമിലേക്ക് വരാൻ പോകുന്നു. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഫലാ തസുബ്ബു അബാ, ഇക്രിമയെ ചീത്ത വിളിക്കരുതെന്നു മാത്രമല്ല, അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന അബൂജഹലിനെ പോലും നിങ്ങൾ ചീത്ത വിളിച്ച് അയാളെ മനസ്സ് വേദനിപ്പിക്കരുത് കേട്ടോ എന്ന് അള്ളാന്റെ ഹബീബ് നിർദ്ദേശം കൊടുക്കുകയാണ്. തൊട്ടടുത്ത ദിവസം അതാ മുത്തുനബിയും സ്വഹാബത്തും ഇരിക്കുന്ന സദസ്സിലേക്ക് ഇക്രിമ കയറി വരുമ്പോൾ മുത്തുനബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് അങ്ങോട്ട് നടന്നു ചെന്നതാ ഇക്രിമയെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്നു. ഇക്രിമ തലതാഴ്ത്തിയിട്ട് ലജ്ജിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, ഇതെന്തൊരു വലിയ നേതാവാണ്. ഫഖൻ നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമീ. സർവാംബിയാക്കളുടെയും മേലെയാണ് അവിടുത്തെ സൗന്ദര്യം, സർവാംബിയാക്കളുടെയും മേലെയാണ് അവിടുത്തെ സൽസ്വഭാവം. വിജ്ഞാനത്തിന്റെ വിഷയത്തിൽ അവിടുത്തെ പരിസരത്തേക്ക് പോലും ഒരു നബിയും എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ സാധാരണക്കാരന്റെ സ്ഥിതി എന്താണ്? ആ വലിയ പെരുമാറ്റത്തിന്റെ അധിപനായ മുത്തുനബി കൊടിയ എതിരാളിയെ സ്വീകരിച്ച ഹൃദ്യമായ ഈ ശൈലി കണ്ടിട്ട് ലജ്ജിച്ചു തലതാഴ്ത്തി പോകുകയാണ് ഈ ഇക്രിമ. ഈ ഒരു നേതാവിനെയല്ലേ ഇത്രയും കാലം ഞാൻ ശല്യം ചെയ്തത്? ആലോചിച്ചില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അങ്ങനെ പ്രമുഖരായ ഓരോരുത്തരായി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് അവരതാ കടന്നു വരികയാണ്. 18 ദിവസം മക്കം ഫത്ഹിന് ശേഷം മുത്തുനബി മക്കയിൽ ഈ കാര്യങ്ങളൊക്കെ ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി താമസിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് വാർത്ത വരുന്നത്, ഹവാസിൻ, സഖീഫ് എന്നീ 2 പ്രധാനപ്പെട്ട ഗോത്രങ്ങൾ മക്കയുടെ പരിസര പ്രദേശങ്ങളിലുണ്ട്. ആ 2 ഗോത്രങ്ങളും വമ്പിച്ച ഒരു സേനയെ സജ്ജീകരിച്ച് ഇസ്ലാമിക സൈന്യത്തെ ആക്രമിക്കാൻ കോപ്പുകൂട്ടുന്നുണ്ടെന്ന വിവരം അള്ളാഹുവിന്റെ ഹബീബ് അറിഞ്ഞപ്പോൾ അവരെ നേരിടാൻ വേണ്ടി അതാ 12,000 വരുന്ന ഒരു സേന പുറപ്പെടുകയാണ്. മുത്തുനബിയും സ്വഹാബത്തും മദീനയിൽ നിന്ന് വന്നത് 10,000 ആണ്. ഇപ്പോ തൊട്ട് അടുത്ത് നടക്കാൻ പോകുന്ന ഹവാസിൻ, സഖീഫ് ഗോത്രക്കാരുമായുള്ള ആ പോരാട്ടത്തില് ഹുനൈൻ യുദ്ധം എന്നാണ് അതറിയപ്പെടുന്നത്. അതിന് പോകാൻ സൈനികർ പുതുവിശ്വാസികളായ 2,000 പേര് വീണ്ടും അണിചേരുകയാണ്. അങ്ങനെ 12,000 പേരുമായിട്ടാണ് അവിടേക്ക് പുറപ്പെടുന്നത്. പോകുന്ന വഴിയിൽ പുതിയ ചില ആളുകൾ പറഞ്ഞു, ലൻ നുഗ്ലബൽ യൗമ മിൻ ഖില്ല, ആള് കുറഞ്ഞതിന്റെ പേരിൽ ഇന്നെന്തായാലും നമ്മൾ തോൽക്കൂല. അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുന്നതിന് പകരം നാം നമ്മുടെ കഴിവിലും നമ്മുടെ ശക്തിയിലും അവലംബിക്കുക എന്നത് ഒരിക്കലും പാടില്ലാത്തതാണ്. അങ്ങനെ സംഭവിച്ചിടത്തൊക്കെ പരാജയം ഉണ്ടായിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബ് ഈ വർത്തമാനത്തെ വളരെ ഗൗരവത്തോടെ തന്നെ കണ്ടു. അതിന്റെ ലക്ഷണമുണ്ടായി. മുസ്ലിങ്ങൾ അതാ മുന്നേറിക്കൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് മലയുടെ ഒളിത്താവളങ്ങളിൽ പതിയിരുന്നു കൊണ്ടതാ ഗറില്ല മോഡലിൽ ഒരു ആക്രമണം ഈ ഗോത്രങ്ങൾ നടത്തുകയാണ്. ആ സമയത്ത് പെട്ടെന്നുള്ള ആക്രമണമായതുകൊണ്ട് മുസ്ലിം സേന ചിന്നിച്ചിതറിപ്പോയി. എല്ലാവരും ഓടുക തന്നെയാണ്.
പല ആളുകളും പല വഴിക്കാണ്. എന്താ സംഭവിച്ചത് ആർക്കും അറിയില്ല. അള്ളാഹുവിന്റെ റസൂലും വിരലിലെണ്ണാവുന്ന ഏതാനും സ്വഹാബികളും മാത്രം അവിടെ ഉറച്ചു നിന്നു. മുത്തുനബിയുടെ ധീരതയും അവിടുത്തെ ധൈര്യവും ശക്തിയുമൊക്കെ അന്നാണ് ജനങ്ങൾ നന്നായി മനസ്സിലാക്കിയത്. അവിടുന്നതാ വാള് കയ്യിലെടുത്തുകൊണ്ട് അതിഗൗരവത്തോടെ പറഞ്ഞു, അനന്നബിയ്യൂ ലാ കദിബ് അനബ്നു അബ്ദുൽ മുത്തലിബ്. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, ഇത് കള്ളം പറയുകയല്ല. പടച്ചോന്റെ നബിയാണ് ഞാൻ അബ്ദുൽ മുത്തലിബ് എന്ന ആൺകുട്ടിയുടെ മകനാണ്. മക്കയുടെ നായകനായ അബ്ദുൽ മുത്തലിബ് ധീരനാണ്, അദ്ദേഹത്തിന്റെ പുത്രനാണ്. ഞാൻ ഒരിക്കലും യുദ്ധം കളം വിട്ട് ഓടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധൈര്യമായി നിന്നു. അബ്ബാസ് തങ്ങളോട് വിളിച്ചു പറയാൻ പറഞ്ഞു, സ്വഹാബത്തിനെ തിരിച്ചു വിളിക്കാൻ. ആ വിളി കേട്ട് ഉടനെ തന്നെ ആളുകളൊക്കെ തിരിച്ചെത്തുകയാണ്. ആ സംഭവത്തെ പരിശുദ്ധ ഖുർആൻ നിരവധി ആയത്തുകളിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്തു തൗബയിൽ അടക്കം നമുക്ക് കാണാം. അല്ലാഹു പറയുന്നു, ലഖദ് നസറക്കുമുല്ലാഹു ഫീ മവാത്തിന കസീറാ. നിരവധി യുദ്ധവേദികളിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. വിശിഷ്യാവ യൗമ ഹുനൈൻ. ഹുനൈൻ യുദ്ധത്തിന്റെ ദിവസവും പടച്ചോന്റെ സഹായം കിട്ടിയിട്ടുണ്ട്. ഇത് അഅജബതുക്കും കസ്റതുക്കും, നിങ്ങളുടെ ആധിക്യം സംഖ്യാബലം നിങ്ങളെ അതാ അത്ഭുതപ്പെടുത്തിയ സന്ദർഭത്തിൽ ഫലം തുഗ്നി അൻകും ശൈആ, പക്ഷേ ആൾബലം നിങ്ങൾക്കൊന്നിനെയും ഐശ്വര്യമാക്കിയില്ല. നിങ്ങൾ പേടിച്ചു പോയി. വല്ലാഖത്തു അലൈക്കുമുൽ അർളു ബിമാ റഹബത്ത്. ഇത്രയും വിശാലമായ യുദ്ധഭൂമി നിങ്ങൾക്ക് സ്ഥലം മതിയായില്ല. ഓടുകയാണ് പലരും. സുമ്മ വല്ലൈതും മുദ്ബിരീൻ, നിങ്ങളത് ആ പിന്തിരിഞ്ഞ് ഓടിപ്പോയില്ലേ. സുമ്മ അൻസലല്ലാഹു സക്കീനത്തഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ. അല്ലാഹു വിശ്വാസികൾക്കും മുത്തുനബിക്കും സമാധാനം ഇറക്കി കൊടുക്കുകയും വഅൻസല ജുനൂദൻ ലം തറൗഹാ, നിങ്ങൾ കാണാത്ത സൈനികരെ അല്ലാഹു ഇറക്കി തരികയും ചെയ്തു. വഅദബല്ലദീന കഫറൂ ദാലിക ജസാഉൽ കാഫിരീൻ, സത്യനിഷേധികളെ അല്ലാഹു ശിക്ഷിക്കുകയും ചെയ്തു എന്ന് തുടങ്ങി സൂറത്തു തൗബയിൽ ഈ സംഭവത്തെ അല്ലാഹു വിശകലനം നടത്തുന്നുണ്ട്. ചുരുക്കത്തിൽ ഹുനൈനിൽ വീണ്ടും മുസ്ലിമീങ്ങൾ തിരിച്ചു പിടിക്കുകയും ശത്രുക്കൾ കീഴടങ്ങി അവരെല്ലാം ഓടിപ്പോകുകയും ചെയ്തു. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവര് നന്നായി തീരാൻ വേണ്ടി അവിടുന്ന് പ്രാർത്ഥന നടത്തി. അല്ലാഹുമ്മ ഹദി സഖീഫ, പടച്ചവനെ സഖീഫ് ഗോത്രക്കാരെ നീ സന്മാർഗത്തിലേക്ക് നയിക്കണമേ എന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായി അവര് തിരിച്ചു വന്നു മുസ്ലിമായപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് അവരിൽ നിന്ന് പിടിച്ചെടുത്ത എല്ലാവരെയും തിരിച്ചു വിട്ടുകൊടുത്തു. അങ്ങനെ അവര് പൂർണ്ണമായും ഇസ്ലാമിന്റെ അനുയായികളായി മാറുകയാണ്. ഇതേ 8-ാം വർഷത്തിൽ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് നബിതങ്ങൾ മറ്റൊരു വാർത്ത കേട്ടു. തോയിഫിന്റെ ഭാഗത്ത് നിന്ന് ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരെ വെല്ലുവിളിയുണ്ട് എന്ന്. ഉടനെ തന്നെ തോയിഫിലേക്ക് തിരിച്ചു. തോയിഫിൽ 18 ദിവസം ഉപരോധം ഏർപ്പെടുത്തി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരും ഹിദായത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്തു. അവരും അതാ പരിശുദ്ധമായ ഇസ്ലാം മതത്തിലേക്ക് പൂർണ്ണമായും കടന്നു വന്നു. ഇങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് മക്കയും പരിസരവുമെല്ലാം പരിശുദ്ധമായ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരികയും വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കുകയും ചെയ്തു. അതിനുശേഷം ജഅറാനയിൽ വന്ന് യുദ്ധാർജിത സമ്പത്ത് അത് യോദ്ധാക്കൾക്കിടയിൽ വീതം വെച്ചു കൊടുത്ത് പിന്നീടതാ അവിടെ 13 ദിവസം നബിതങ്ങൾ താമസിച്ചിരുന്നു. ആ നാട് സമാധാനത്തിലായി എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയായിരുന്നു അത്രയും ദിവസം താമസിച്ചത്. അതിനുശേഷം ജഅറാനയിൽ നിന്ന് ഉംറക്ക് ഇഹ്റാം കെട്ടി മക്കയിൽ വന്ന് ഉംറ നിർവഹിച്ചതിന് ശേഷം മദീനയിലേക്ക് അവിടുന്ന് തിരിച്ചു പോകുകയാണ്. ഇതാണ് ഹിജ്റയുടെ 8-ാം വർഷം നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ചിലത്. അത് കഴിഞ്ഞാൽ ഹിജ്റയുടെ 9-ാമത്തെ വർഷമാണ്. യഥാർത്ഥത്തിൽ ഹിജ്റയുടെ 9-ാമത്തെ വർഷം എന്ന് പറയുന്നത്